തകർക്കാൻ ഒന്നിച്ചായുധമെടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ഒടുവിൽ ആ ഒരു കടുത്ത ഭിന്നതയിൽ തല്ലിപ്പിരിഞ്ഞിരിക്കുകയാണ്. വൈറ്റ് ഹൗസിൽ അടച്ചിട്ട മുറിയിൽ 1.5 മണിക്കൂറുകളോളം നീണ്ട രഹസ്യ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും തമ്മിലുള്ള നയതന്ത്ര വിള്ളലുകൾ ആഗോളതലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ ലഭിച്ചിരുന്ന ഊഷ്മളമായിട്ടുള്ള സ്വീകരണങ്ങൾക്ക് വിരുദ്ധമായിട്ട് നെതന്യാഹുവിന് ഇത്തവണ വൈറ്റ് ഹൗസിൽ നിന്ന് കടുത്ത അവഗണനയാണ് നേരിടേണ്ടി വന്നത്. എന്നാൽ ഇതിന് പിന്നിലെ കാരണം ഇറാനിലെ പിക്കാസ് മൗണ്ടൻ ഭൂഗർഭ ആണവ നിലയത്തെക്കുറിച്ചുള്ള അതീവ രഹസ്യ സ്വഭാവമുള്ള ഇന്റലിജൻസ് വിവരങ്ങൾ നെതന്യാഹു മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തിയതാണ് ട്രംപിനെ കൂടുതൽ ചൊടിപ്പിച്ചത്. എനിക്കിത് നെതന്യാഹു പറഞ്ഞു തരേണ്ടതില്ല എന്ന ഫോക്സ് ന്യൂസ് അഭിമുഖത്തിലെ ട്രംപിന്റെ രൂക്ഷമായിട്ടുള്ള മറുപടി ഇരു നേതാക്കളും തമ്മിലുള്ള ആത്മബന്ധം തകർന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ്. തന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധമായിരുന്ന ട്രംപ് കാർഡിന്റെ മൂർച്ച കുറയുന്നത് ഇസ്രയേൽ രാഷ്ട്രീയത്തിൽ നെതന്യാഹുവിന് വൻ തിരിച്ചടിയായിട്ട് മാറുമ്പോൾ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ട്രംപ് നേരിട്ട് കളം പിടിക്കുകയാണ്. ഇതിനിടയിലാണ് മറ്റൊരു കാര്യം കൂടി, അതായത് ഇസ്രയേലിനെ ഭയപ്പെടുത്തുന്നത് ലോകത്തിലെ ഏറ്റവും ചെലവേറിയതും സങ്കീർണവുമായിട്ടുള്ള അവരുടെ വ്യോമ പ്രതിരോധ നിരകളെ പോലും തകർത്തെറിയാൻ ശേഷിയുള്ള ഇറാന്റെ ആ മാരക ആയുധമാണ്. ലോകരാഷ്ട്രങ്ങളെല്ലാം ഒരേപോലെ ചർച്ച ചെയ്യുന്നത് ശത്രുക്കളുടെ കോട്ടകൾ തകർത്ത് തരിപ്പണമാക്കാൻ പോകുന്നതിനാൽ ചിലർ കാസ്ലെ ബ്രേക്കർ എന്ന് വിളിക്കുന്ന ഇറാന്റെ സ്വന്തം ഖൈബർ ഷെഖാൻ എന്ന മിഡ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിനെ കുറിച്ചാണ്. ഇതിന്റെ അമാനുഷിക വേഗതയും പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിക്കാനുള്ള ശേഷിയും US പ്രതിരോധ കോട്ടകളെ ഉറക്കം കെടുത്തുമ്പോൾ ഇസ്രയേലിന്റെ കൈവിട്ട് സ്വന്തം സുരക്ഷ നോക്കാൻ ട്രംപ് നിർബന്ധിതനാവുകയാണ്. ഇവിടെയാണ് ഇസ്രയേലിന് വലിയ തിരിച്ചടി ഉണ്ടാകുന്നത്. അമേരിക്കയും ഇസ്രയേലും ഒരേപോലെയാണ് യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇറാനെ തകർക്കാൻ നിന്നത്. എന്നാൽ ഇറാൻ കാത്തുവെക്കുന്ന അല്ലെങ്കിൽ ഇറാൻ കരുതി വെക്കുന്ന ഈ പ്രത്യാക്രമണങ്ങളുടെയും അവരുടെ ആയുധ മുനമ്പുകളുടെയും എല്ലാം കാര്യങ്ങൾ ഈ ഇരു രാജ്യങ്ങളും വീക്ഷിക്കുമ്പോൾ വലിയ പ്രഹരമാണ്. ഇപ്പോൾ സ്വന്തം കസേര പോലും സംരക്ഷിക്കാൻ കഴിയാതെ, സുരക്ഷിതത്വം സംരക്ഷിക്കാൻ കഴിയാതെ ഈ പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹു നെട്ടോട്ടം ഓടുകയാണ്. ഇനി ഈ തല്ലിപ്പിരിയലോടെ പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ പോക്ക് ഇനി സൗദി അറേബ്യയുടെ നെഞ്ചത്തോട്ട് എന്ന ഭീതിദയമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇറാഖിലെ ഇറാൻ അനുകൂല മിലിഷ്യ ഗ്രൂപ്പുകൾ സൗദിയുടെ പെട്രോളിയം കേന്ദ്രങ്ങൾക്ക് നേരെ കനത്ത മിസൈൽ ഡ്രോൺ ആക്രമണം അഴിച്ചുവിട്ടതോടെ മേഖല ആകെ അശാന്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇസ്രയേലിനെ മാറ്റി നിർത്തിയ അമേരിക്കയും സൗദിയും ഒന്നിച്ച് കിഴക്കൻ ഇറാഖിലെ ഇറാൻ പ്രോക്സി ഗ്രൂപ്പുകളുടെ ആയുധപ്പുരകൾ ബോംബെറിഞ്ഞ് തകർക്കുമ്പോൾ കളി മാറുകയാണ്. ഫെബ്രുവരി 28-ന് ഇറാനെതിരെ സംയുക്ത സൈനിക നടപടികൾ ആരംഭിച്ചതിനു ശേഷം ആഗോള രാഷ്ട്രീയം ഉറ്റുനോക്കിയ ഏറ്റവും നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചയായിരുന്നു വൈറ്റ് ഹൗസിലേത്. എന്നാൽ അടച്ചിട്ട മുറിയിൽ 90 മിനിറ്റുകളോളം നീണ്ടുനിന്ന ഈ ഒരു രഹസ്യ ചർച്ചയ്ക്ക് ശേഷം പുറത്തു വന്ന വിവരങ്ങൾ ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം, അതായത് ഈ യുദ്ധം തുടങ്ങിയത് അമേരിക്കയും ഇസ്രയേലും ചേർന്നാണ്. ഇതിൽ അമേരിക്ക ഇപ്പോഴും യുദ്ധം തുടരുന്നു, ഇസ്രയേൽ പിന്മാറുന്നു, ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ വിള്ളൽ വീഴുന്നു. ഇപ്പോൾ അമേരിക്കയുടെ ചങ്കായിട്ട് അല്ലെങ്കിൽ അമേരിക്ക കൂട്ടുപിടിച്ചിരിക്കുന്നത് സൗദി അറേബ്യയാണ്. എന്തായാലും ഈ ഒരു യുദ്ധക്കളത്തിൽ ഇറാന്റെ രീതിയിൽ ആറാടുകയാണ്. ഈ കൂടിക്കാഴ്ച ഇപ്പോൾ നടന്നത് വലിയൊരു ഭിന്നതയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും ഈ ഇരു നേതാക്കൾക്കുമിടയിൽ മുൻപെങ്ങും ഉണ്ടാകാത്ത വിധം കനത്ത വിള്ളലുകൾ വീണതായിട്ട് അന്താരാഷ്ട്ര ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ്. കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു മുമ്പ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ നെതന്യാഹുവിനോടുള്ള തന്റെ കടുത്ത അമർഷം ട്രംപ് പരസ്യമാക്കിയിരുന്നു. ഇറാന്റെ അതീവ രഹസ്യമായിട്ടുള്ള ഈ പിക്കാസ് മൗണ്ടൻ ഭൂഗർഭ ആണവ നിലയം വീണ്ടും പുനർനിർമ്മിക്കുന്നു എന്ന ഇസ്രയേലിന്റെ അതീവ രഹസ്യ സ്വഭാവമുള്ള ഇന്റലിജൻസ് വിവരങ്ങൾ നെതന്യാഹു മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത് അല്ലെങ്കിൽ ചൊടിപ്പിച്ചത്. നേരിട്ട് ചർച്ച ചെയ്യേണ്ട തന്ത്രപ്രധാനമായിട്ടുള്ള സൈനിക രഹസ്യങ്ങൾ സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിനായിട്ട് നെതന്യാഹു മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളമ്പിയതിനോട് ട്രംപ് കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. അഭിമുഖത്തിൽ ട്രംപ് നടത്തിയ എനിക്ക് ഇത് നെതന്യാഹു പറഞ്ഞു തരേണ്ടതില്ല എന്ന പ്രതികരണം ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ നയതന്ത്ര ധാർഷ്ട്യത്തിനേറ്റ കനത്ത പ്രഹരമായിരുന്നു. താൻ ഈ ഒരു വിഷയത്തിൽ നേരിട്ട് ഇടപെട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നെതന്യാഹു ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങളോട് പരസ്യപ്പെടുത്തുന്നത് എന്നും ട്രംപ് തുറന്നടിച്ചു. ഇനി തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ അമേരിക്കയുടെ മുൻകൈയിൽ നടക്കുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് സ്വന്തമാക്കാൻ നെതന്യാഹു നടത്തുന്ന ശ്രമങ്ങൾ വൈറ്റ് ഹൗസിനെ കടുത്ത
അതൃപ്തിയിലാക്കിയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ വാഷിംഗ്ടണിൽ എത്തുമ്പോൾ നെതന്യാഹുവിന് ലഭിച്ചിരുന്ന രാജകീയവും ഊഷ്മളവുമായിട്ടുള്ള സ്വീകരണത്തിൽ നിന്ന് തികച്ചും വിപരീതമായിട്ടുള്ള കാഴ്ചയാണ് ഇത്തവണ ഉണ്ടായത്. ആഴ്ചകളോളം നീണ്ട നയതന്ത്ര സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് നെതന്യാഹുവിന് വൈറ്റ് ഹൌസിലേക്ക് ഈ ക്ഷണം പോലും ഒപ്പിക്കാൻ കഴിഞ്ഞത്. മാധ്യമങ്ങൾക്ക് പൂർണ്ണ പ്രവേശനം നിഷേധിച്ച ഈ ഒരു കൂടിക്കാഴ്ചയിൽ സാധാരണ നയതന്ത്ര പ്രോട്ടോകോളുകൾ കാറ്റിൽ പറത്തി വൈറ്റ് ഹൌസിന്റെ ഈ പാർശ്വ കവാടത്തിലൂടെയാണ് നെതന്യാഹുവിനെ അകത്തേക്ക് പ്രവേശിപ്പിച്ചത്. ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്ന ശേഷമുള്ള 7ാമത്തെ സന്ദർശനത്തിൽ ഈ ഒരു തണുപ്പൻ പ്രതികരണം ഇസ്രായേലിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇരു നേതാക്കളും തമ്മിലുള്ള വിടവ് വർദ്ധിക്കാൻ സൈനികപരമായിട്ടുള്ള മറ്റു കാരണങ്ങളും ഉണ്ടെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. തുർക്കിക്ക് അത്യാധുനിക F-35 യുദ്ധവിമാനങ്ങൾ വിൽക്കുന്നതിനെതിരെ നെതന്യാഹു ഉയർത്തിയ എതിർപ്പിനോട് ട്രംപ് പ്രതികരിച്ച ശൈലി ഇതിന് ഉദാഹരണമാണ്. അമേരിക്ക എന്ത് ആയുധം ആർക്ക് വിൽക്കണമെന്ന് ആരും തന്നോട് നിർദ്ദേശിക്കേണ്ടതില്ല എന്ന ട്രംപിന്റെ മറുപടി ഇസ്രായേലിന് US നയങ്ങളിൽ ഉള്ള അനാവശ്യ ഇടപെടലുകൾ ഇനി അനുവദിക്കില്ല എന്നതിന്റെ വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പായിരുന്നു. ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ തനിക്ക് അമേരിക്കൻ ഭരണകൂടത്തിന്മേൽ വലിയ സ്വാധീനമുണ്ട് എന്ന് കാണിച്ച് അധികാരം നിലനിർത്താനായിരുന്നു നെതന്യാഹു കാലങ്ങളായിട്ട് ശ്രമിച്ചിരുന്നത്. എന്നാൽ ഇറാനുമായിട്ടുള്ള സംയുക്ത യുദ്ധം വിചാരിച്ച രീതിയിൽ മുന്നോട്ട് പോകാതിരിക്കുകയും മധ്യപൂർവ്വ ഈ പറയുന്ന ഇസ്രായേലിന്റെ അഭിപ്രായം തേടാതെ ട്രംപ് സ്വന്തം നിലയ്ക്ക് ചില നയതന്ത്ര കരാറുകളിലേക്ക് നീങ്ങുകയും ചെയ്തതോടെയാണ് നെതന്യാഹുവിന്റെ ഈ ഒരു ട്രംപ് കാർഡ് പൂർണ്ണമായിട്ടും നിഷ്പ്രഭമാക്കിയിരിക്കുന്നത്. ഇനി ഇസ്രായേലിൽ നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ നെതന്യാഹുവിന് ഇത് വലിയ തിരിച്ചടിയാകും. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഭിന്നമായിട്ടുള്ള സന്ദേശങ്ങളാണ് ഈ ഇരുപക്ഷത്തു നിന്നും പുറത്തു വരുന്നത്. വൈറ്റ് ഹൌസ് വക്താക്കൾ ചർച്ച മികച്ചതായിരുന്നു എന്ന് സോഷ്യൽ മീഡിയയിൽ കുറിച്ചപ്പോൾ ട്രംപ് ഈ ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ച് ഔദ്യോഗികമായിട്ട് ഒരു വാക്ക് പോലും പ്രതികരിക്കാൻ തയ്യാറായില്ല. ട്രംപിന്റെ ഈ ഒരു തന്ത്രപരമായിട്ടുള്ള മൗനം ഇസ്രയേലിൽ ഒരു പുതിയ നേതൃത്വം വരാനുള്ള സമയമായി എന്ന് വൈറ്റ് ഹൌസിന്റെ നിലപാടാണ് വ്യക്തമാക്കുന്നത്. നെതന്യാഹുവിനെ മാറ്റി നിർത്തി മറ്റ് ഇസ്രയേൽ നേതാക്കളെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ട്രംപ് പരോക്ഷമായിട്ട് പിന്തുണച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ഈ ഒരു ആഭ്യന്തര തർക്കങ്ങൾക്കിടയിൽ പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന്റെ കേന്ദ്രം ഇനി സൗദി അറേബ്യയുടെ നേർക്കാണ് തിരിയുന്നത്. അതായത് ചങ്ക് മാറി അടുത്ത ചങ്കായിട്ട് അമേരിക്കയ്ക്കൊപ്പം സൗദി അറേബ്യയെ ചേർത്ത് പിടിക്കുകയാണ്. അതായത് ഈ സൗദി അറേബ്യ യുദ്ധത്തിലേക്ക് വലിച്ചിടുകയാണ് ട്രംപ് ചെയ്യുന്നത്. ഇറാഖിലെ ഇറാൻ അനുകൂല മിലിഷ്യ ഗ്രൂപ്പുകൾക്ക് സൗദിയുടെ പ്രധാന പെട്രോളിയം കേന്ദ്രങ്ങൾക്കും റിയാദിലെ തന്ത്രപ്രധാന മേഖലകൾക്ക് നേരെ കഴിഞ്ഞ 72 മണിക്കൂറിനിടെ 30-ലധികം മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളാണ് നടന്നത്. ഇസ്രയേലിനെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ട് അമേരിക്കയും സൗദി അറേബ്യയും തമ്മിലുള്ള പുതിയൊരു യുദ്ധസഖ്യത്തിനാണ് ഈ നീക്കം വഴിയൊരുക്കുന്നത്. ഇനി സൗദിക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിന് മറുപടിയായിട്ട് US സെൻട്രൽ കമാൻഡും സൗദി സൈന്യവും സംയുക്തമായിട്ട് ഇറാന്റെ ഹൂത്തികൾക്ക് നേരെ ബോംബാക്രമണം നടത്തിയിരുന്നു. അവിടുത്തെ പ്രധാന ആയുധപ്പുരകളും റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങളും തകർത്ത ഈ ഒരു ആക്രമണത്തിൽ 20-ലധികം ഇറാൻ അനുകൂല പോരാളികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. ഇത് സൗദി ഇറാഖ് നയതന്ത്ര ബന്ധത്തെ കലുഷിതമാക്കുമ്പോഴും മേഖലയിലെ സുരക്ഷയ്ക്കായിട്ട് ട്രംപ് ഇസ്രായേലിനേക്കാൾ സൗദിക്ക് മുൻഗണന നൽകുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ്. ചുരുക്കത്തിൽ മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആരെയും തള്ളി പറയുന്ന ട്രംപിന്റെ നയം നെതന്യാഹുവിനും ഇപ്പോൾ ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയ്ക്ക് ഇസ്രയേലുമായുള്ള ബന്ധം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ കഴിയില്ലെങ്കിലും നെതന്യാഹുവുമായുള്ള വ്യക്തിപരമായിട്ടുള്ള അകൽച്ച വ്യക്തമാണ്. ഇസ്രയേലിന്റെ ഏകപക്ഷീയമായിട്ടുള്ള യുദ്ധക്കൊതിക്ക് തടയിട്ടുകൊണ്ട് സൗദിയെയും മറ്റ് അറബ് രാജ്യങ്ങളെയും കൂട്ടുപിടിച്ച് പശ്ചിമേഷ്യയിൽ ഒരു പുതിയ നിയന്ത്രണ രേഖ കൊണ്ടുവരാനാണ് ട്രംപും വൈറ്റ് ഹൌസും ഇപ്പോൾ കരുക്കൾ നീക്കുന്നത്. പക്ഷെ അത് എത്രത്തോളം സാധ്യമാകുമെന്നതാണ്. എന്തായാലും ഇപ്പോൾ ഇസ്രായേലിന്റെ അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കസേര തെറിക്കുമെന്നുള്ള കാര്യം ഏറെക്കുറെ ട്രംപും സമ്മതിക്കുകയാണ്. കാരണം ട്രംപിന്റെ ഈ മൗനമൊക്കെ തന്നെയാണ് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള നേതാക്കൾ, അതായത് ചങ്കും കരളുമായിട്ടിരുന്ന ട്രംപും നെതന്യാഹുവും തെറ്റിപ്പിരിയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. കുറച്ച് ദിവസങ്ങളായിട്ട് ഇവർ തമ്മിലുള്ള ഒരു ഭിന്നതകളും അവർ പറയുന്ന വാക്പോരുകളും അല്ലെങ്കിൽ അവർ പറയുന്ന പ്രസ്താവനകളൊക്കെ ഈ പറയുന്ന അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകളായിരുന്നു. ഇപ്പോൾ അത് തെളിവ് സഹിതം പുറത്തു വന്നിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു കൂടിക്കാഴ്ചയിൽ വലിയ പ്രതിസന്ധി ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ്. എന്തായാലും ഇനി ഉറ്റുനോക്കുന്നത് സൗദി അറേബ്യക്കാണ്. സൗദി അറേബ്യ അനാവശ്യമായിട്ട് ട്രംപ് ചതിയിലൂടെയാണ് ഈ ഒരു യുദ്ധത്തിലേക്ക് ഏർപ്പെടുത്തുന്നത്. ഇത് വരും ദിവസങ്ങളിൽ സൗദി അറേബ്യക്ക് വലിയ നാശനഷ്ടം ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല. എന്തായാലും ഇറാനെ തീർക്കാൻ വന്ന ചങ്കും കരളുമായിട്ടുള്ള ഇരു രാജ്യങ്ങളും ഇപ്പോൾ 2 തട്ടിലേക്ക് മാറിയിരിക്കുകയാണ്.